ഓക്കെ, അപ്പോൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ ജോഗിങ്, സ്കിപ്പിംഗ്, സ്കേറ്റിംഗ്, സ്വിമ്മിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ഫിറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസസ് അല്ലേ. ഇതൊക്കെ ചോദിച്ചാൽ എന്താണ് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ എല്ലാവർക്കും. എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പൊ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാം, ഇതിന്റെ സ്പെല്ലിങ്ങും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എഴുതാൻ കിട്ടുന്നില്ലെങ്കിലും എന്ത് ചെയ്യണം, ജസ്റ്റ് എന്താണ് ജോഗിങ്ങിന്റെ സ്പെല്ലിംഗ് എന്നൊക്കെ ചോദിച്ചാൽ ബൈ ഹാർട്ട് അത് നമ്മൾ പറയാൻ വേണ്ടി പഠിക്കണം അല്ലേ. ഓക്കെ, ദെൻ വാട്ട് വി ഈറ്റ് അല്ലേ. നമ്മൾ ഇത് 1-2 തവണ ഡിസ്കസ് ചെയ്തതാണല്ലേ. നമ്മൾ 1-2 പ്രാവശ്യം റിവൈസ് ചെയ്തതാണ് മൊത്തം പോർഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് നെക്സ്റ്റ് വൺ എന്താണ്, വാട്ട് വി ഈറ്റ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ആണ് അല്ലേ. ഡിഫറെന്റ് ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ആണ് ഇതിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. വി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് അല്ലേ. മോർണിംഗിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെയാണ് എന്ത് പറയാ, എന്താണ് പറയാ, വാട്ട് വി ഈറ്റ് അറ്റ് മോർണിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഓക്കെ, നമ്മൾ രാവിലെ കഴിക്കുന്ന നമ്മുടെ ഫുഡിന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്ന പേരാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നാണ് ചോദിക്കുക അല്ലേ. ചിലപ്പോൾ രാവിലെ എന്താണ് ദോശ, ഇഡ്ഡലി, പുട്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ. അത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഭക്ഷണം കഴിച്ചാലും നമ്മൾ മോർണിംഗിൽ കഴിക്കുന്ന നമ്മൾ ഫുഡിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്താണ് വളരെ എസെൻഷ്യൽ ആണ് അല്ലേ. നമ്മുടെ ഒരു എൻറ്റയർ ഡേയിലെ നമ്മുടെ എനർജി മുഴുവൻ നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് അല്ലേ. നമ്മുടെ ഒരു ദിവസം മുഴുവൻ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് എനർജി വേണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. രാവിലത്തെ ഫുഡിലാണ് നമ്മുടെ കംപ്ലീറ്റ് എനർജി ഉള്ളത് അല്ലേ. നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് വരാൻ വേണ്ടി ഉറങ്ങി എഴുന്നേക്കാൻ ലേറ്റ് ആവും. അപ്പൊ എന്ത് പറ്റും, ടൈം പോവും അല്ലേ. അപ്പൊ നമ്മൾ എന്താവും, വേഗം കുളിക്കും, കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാതെ പെട്ടെന്ന് റെഡിയായി സ്കൂളിലേക്ക് വരാറുണ്ടോ അങ്ങനെ ആരെങ്കിലും? കറക്റ്റ് ടൈമിൽ ഫുഡൊന്നും കഴിക്കാതെ വരാറുണ്ടോ സ്കൂളിലോട്ട്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കാതിരിക്കാനേ പാടില്ല. നമുക്ക് എത്ര ടൈം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഒരു എൻ്റെ ഡേയുടെ മുഴുവൻ എനർജി നമുക്ക് കിട്ടുക നമ്മുടെ മോർണിംഗിലെ ഫുഡിൽ നിന്നാണല്ലേ. അപ്പൊ എന്താണ്, ഇവിടെ കുറെ ഫുഡ് ഐറ്റംസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇഡ്ലി, ബ്രെഡ്, മിൽക്ക്, ഫ്രൂട്ട്സ്, ആലു പൊറോട്ട, ഇതൊക്കെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് അല്ലേ. നമ്മൾ എന്താണ് നോർമലി കഴിക്കുക, നമ്മൾ ഇഡ്ലി, ദോശ, പുട്ട് അല്ലേ, ബ്രെഡ്, മിൽക്ക് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുക. മോർണിംഗിൽ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ അങ്ങനെ കഴിക്കാറില്ല അല്ലേ. മോർണിംഗ് ടൈമിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല അല്ലേ. ഇടയ്ക്ക് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമെങ്കിലും നമ്മുടെ എന്താണ്, നമ്മുടെ കൾച്ചർ അനുസരിച്ച് നമ്മൾ എന്താണ് രാവിലെ മിക്കവാറും ദോശ, ഇഡ്ഡലി ഒക്കെയാണ് കഴിക്കാറില്ലേ. ഫ്രൂട്ട്സും എന്താണ്, ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ എന്താണ് ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കും, അല്ലെങ്കിൽ അല്ലേ ഭയങ്കര എന്താണ് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന റിലാക്സ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക അല്ലേ. അപ്പൊ എന്താണ് രാവിലത്തെ നമ്മുടെ ഫുഡ് ഇഡ്ഡലി, ദോശ അതൊക്കെയാണ്. അപ്പൊ അതിലാണ് നമ്മുടെ ഒരു എൻറ്റയർ ഡേയിലെ മുഴുവൻ എനർജി ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ, ദെൻ ലഞ്ച് അല്ലേ. വി ഈറ്റ് ലഞ്ച് ഇൻ ദ ആഫ്റ്റർനൂൺ അല്ലേ. ആഫ്റ്റർനൂണിൽ നമ്മൾ എന്താ കഴിക്കുന്നത്, ആഫ്റ്റർനൂൺ നമ്മൾ പൊതുവെ ചോറ് കഴിക്കും അല്ലേ. ഉച്ചയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിനെയാണ് നമ്മൾ ലഞ്ച് എന്ന് പറയാ അല്ലേ. അപ്പൊ എല്ലാവരും ലഞ്ച് കഴിച്ചില്ലേ, ഇപ്പോ ആഫ്റ്റർനൂൺ ആയി അല്ലേ. എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ ടൈമിൽ കഴിക്കുന്ന നമ്മുടെ ഫുഡിനെയാണ് ലഞ്ച് എന്ന് പറയാ അല്ലേ. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫുഡാണ് ലഞ്ച്. ഓക്കെ, എന്താണ് ചോറും കറിയും ഒക്കെയാണ് നമ്മൾ കഴിക്കുക അല്ലേ. റൈസ് ആൻഡ് ദാൽ, വെജിറ്റബിൾസ്, അങ്ങനത്തെ കറികൾ അല്ലേ, കേട്, ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്ക്. ഓക്കെ, അതാണ് നമ്മുടെ ലഞ്ച്. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിനെയാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയാ. ദെൻ ഡിന്നർ, വി ഈറ്റ് ഡിന്നർ അറ്റ് നൈറ്റ് അല്ലേ. നമ്മൾ രാത്രി കഴിക്കുന്ന നമ്മുടെ ഫുഡിനെയാണ് നമ്മൾ ഡിന്നർ എന്ന് പറയാ, രാത്രിയിലെ ഫുഡ്. അപ്പൊ രാവിലെ ഉള്ളത് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്,
അറ്റ് നൈറ്റ് ഡിന്നർ അല്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച് ആൻഡ് ഡിന്നർ, നൈറ്റില് ഡിന്നർ അല്ലേ. ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് അല്ലേ. നമ്മൾ അതിന്റെ ഇടയ്ക്കും ഫുഡ് കഴിക്കാറുണ്ടല്ലേ. രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും മാത്രമാണോ നമ്മൾ ഭക്ഷണം കഴിക്കുക? അല്ല അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാറുണ്ടല്ലേ. സ്നാക്സ് ഒക്കെ എന്തെങ്കിലും നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ എന്താണ്, മെയിൻ ആയിട്ട് നമ്മൾ ഒരു ദിവസം 3 തവണ ആണ് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലേ. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതാണ് നമ്മുടെ മെയിൻ ഫുഡ് അല്ലേ. നമ്മുടെ ഒരു ദിവസത്തെ മെയിൻ ഫുഡ് ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആണ്. പിന്നെന്താണ്, കീപ് ക്ലീൻ ആൻഡ് ഓക്കെ ഓക്കെ. അപ്പോ എന്താണ്, കീപ് ക്ലീൻ, സ്റ്റേ ഹെൽത്തി അല്ലേ. നെക്സ്റ്റ് പോർഷൻ നമ്മൾ പറഞ്ഞത് അതാണ് അല്ലേ. എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആയിരുന്നാൽ മാത്രമേ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അതാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. എപ്പോഴും എന്താണ്, നമ്മൾ ക്ലീൻ ആയിരിക്കണം അല്ലേ. അപ്പോ എന്താണ്, വി മസ്റ്റ് വാഷ് അവർ ഫേസ് എവറി ഡേ അല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ റുട്ടീൻസ് ആണല്ലേ. നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ആയിരിക്കേണ്ടതെന്ന് ആണ് പറയുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയും ഹെൽത്തി ആയിരിക്കുള്ളൂ അല്ലേ. ഒരു ഹെൽത്തി ബോഡിയാണ് നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് അല്ലേ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ. നമ്മുടെ ഹെൽത്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് അല്ലേ. നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ ഹെൽത്തി ബോഡി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഹെൽത്തി ബോഡി നമുക്ക് വളരെ എസെൻഷ്യൽ ആണല്ലേ. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഒത്തിരി ക്യാഷ് ഉണ്ട്, പക്ഷെ നമ്മുടെ ബോഡി വളരെ വീക്ക് ആണെങ്കിൽ എന്താണ്, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്ന് പറയുന്നത് അല്ലേ. ഹെൽത്തി ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ അല്ലേ. നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം അല്ലേ. നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ബോഡീനെ അത് എഫക്ട് ചെയ്യും അല്ലേ. നമുക്ക് എന്താണ്, ഒട്ടും ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര ഹെൽത്തി ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതാണ് ഹെൽത്തി ആയിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റ് വാഷ് അവർ ഫേസ് എവറി ഡേ അല്ലേ. ഇതൊക്കെ എന്താണ്, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ ഫേസ് എപ്പോഴും വാഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം. ഇതൊക്കെയാണ് ഗുഡ് ഹാബിറ്റ്സ് അല്ലേ. അപ്പൊ എപ്പോഴും ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം അല്ലേ. എപ്പോഴും നമ്മൾ എന്നാൽ മാത്രമേ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുള്ളൂ അല്ലേ. നമുക്ക് ഉറക്കമൊക്കെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യാ, നന്നായിട്ട് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഉറക്കം വരുന്നു എന്ന് വിചാരിക്കുക, നമ്മൾ പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി വരും അല്ലേ. ഉറക്കം വരുന്നുണ്ടല്ലേ കുറെ പേർക്ക് ഉണ്ടല്ലേ. ധ്യാനൊക്കെ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു അല്ലേ ധ്യാൻ. ഓക്കെ, ഗോഡ്വിൻ തമ്പ് ഇംപ്രഷൻ ഇട്ടിട്ടുണ്ട്. ഗോഡ്വിൻ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഗോഡ്വിൻ. ഓക്കെ, ആഫ്റ്റർനൂൺ ആണല്ലേ, നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയമാണ്, ഉച്ചയ്ക്ക് ശേഷമാണല്ലേ. അതുകൊണ്ട് എന്താണ്, ഉറക്കം വരാറുണ്ടല്ലേ എല്ലാവർക്കും. ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ എല്ലാവരും? ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ്, നമ്മള് എപ്പോഴും മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ എന്താ ചെയ്യേണ്ടത്, വി മസ്റ്റ് ബ്രഷ് അവർ ടീത്ത് ട്വൈസ് എ ഡേ അല്ലേ. ഒരു ദിവസം 2 തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം അല്ലേ. അതൊക്കെയാണ് നമ്മുടെ ടീത്തിനെ ഹെൽത്തി ആയി വെക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യാറില്ലേ ട്വൈസ് ഇൻ എ ഡേ? ചെയ്യാറുണ്ടോ? ഓക്കെ ഗുഡ്, നല്ലതാണല്ലേ. 2 നേരം ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ ടീത്ത് നല്ല ഹെൽത്തി ആയിരിക്കുക. ദെൻ വി മസ്റ്റ് ഹാവ് എ ബാത്ത് എവറി ഡേ. മസ്റ്റ് ഹാവ് എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കണം അല്ലേ. അറ്റ്ലീസ്റ്റ് എ ബാത്ത് അല്ലേ, ഒരു തവണയെങ്കിലും കുളിക്കണം എല്ലാ ദിവസവും.
അല്ലേ? Then we must wash our hands before and after eating. നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കുന്നതിന് മുമ്പേയും ഫുഡ് കഴിച്ചതിന് ശേഷവും അല്ലേ? ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലേ? ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ഫുഡ് കഴിച്ചതിന് ശേഷവും നമ്മൾ നന്നായിട്ട് കൈകൾ കഴുകണം അല്ലേ? കൈ കഴുകിയാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? We must rinse our mouth after eating അല്ലേ? We should rinse our mouth after eating അല്ലേ? ഫസ്റ്റ് എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് ചെയ്യണം. Then also rinse our mouth അല്ലേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മൗത്തും കൂടെ റിൻസ് ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ എന്താണ്? ടീത്ത് എന്താണ്? ഡേർട്ടി ആയി പോവും അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? എപ്പോഴും മൗത്ത് റിൻസ് ചെയ്യണം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. Then we must clip our nails regularly അല്ലേ? റെഗുലർ ആയിട്ട് നൈൽസ് ഒക്കെ ക്ലിപ്പ് ചെയ്ത് നീറ്റ് ആക്കി വെക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താണ്? ഇല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? നഖത്തിന്റെ ഇടയിലൊക്കെ ഡസ്റ്റും എന്താണ്? ഡേർട്ടി ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നഖത്തിന്റെ ഇടയിലുള്ള അതൊക്കെ നമ്മുടെ വയറ്റിൽ പോവും, നമുക്ക് അസുഖം വരും അല്ലേ? അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യാൻ പറയുന്നത്? നൈലൊക്കെ റെഗുലർ ആയിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടത് എപ്പോഴും നീറ്റ് ആയിരിക്കാൻ വേണ്ടി? ക്രിസ്റ്റി ജോസഫ് അൺമ്യൂട്ട് ചെയ്ത മോനെ ക്രിസ്റ്റി. ഓക്കെ, നമ്മൾ എപ്പോഴും നീറ്റ് ആയിരിക്കാൻ വേണ്ടി, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മോനെ? ഓക്കെ, we must wash our face every day അല്ലേ? Then brush our teeth twice a day. Okay, brush our teeth. Then third one, bath ചെയ്യണം അല്ലേ? We must have a bath every day അല്ലേ? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം അല്ലേ ക്രിസ്റ്റി? Then we must wash our hands before and after eating അല്ലേ? എപ്പോഴാണ് നമ്മൾ കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യേണ്ടത്? എപ്പോഴാണ് കഴുകേണ്ടത് നന്നായിട്ട് കൈകള്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രല്ല എല്ലാ ഫുഡും അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഇഷാൻ ഇപ്പൊ ബ്രഷ് ചെയ്യാൻ പോവാണോ ഇഷാൻ? ഓക്കെ ഓക്കെ, നമ്മള് ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യണം? നന്നായിട്ട് കൈകൾ കഴുകണം അല്ലേ? Then we must rinse our mouth after eating അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മൗത്ത് റിൻസ് ചെയ്യണം. Then we must clip our nails regularly അല്ലേ? നന്നായിട്ട് എന്ത് ചെയ്യണം? നഖം റെഗുലർ ആയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇഷാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് മോനെ? We must wash our face every day. Okay. We must brush our teeth twice a day. We must have a bath. We must have a bath every day. We must wash our hands before and after eating. We must rinse our mouth after eating. We must clip our nails regularly. Okay, very good. നമ്മളപ്പോ ഇതൊക്കെയാണ് ചെയ്യേണ്ടതല്ലേ? എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതല്ലേ? ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മൾ എന്താവുക? നല്ല നീറ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുക അല്ലേ? അങ്ങനെ നീറ്റ് ആയിരുന്നാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിരിക്കുള്ളൂ അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നത് അല്ലേ? ഓക്കെ, നമുക്കപ്പോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ആരാ നല്ലൊരു പാട്ട് പാടുക? ആരാ നല്ലൊരു പാട്ട് പാടാൻ പോകുന്നത് ഇന്ന്? ഓക്കെ, ഗോഡ്വിൻ പാടാൻ പോകുന്നുണ്ടല്ലേ? ഗോഡ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഗോഡ്വിൻ. ഓക്കെ, എല്ലാരെ കൊണ്ടും പാടിക്കാട്ടോ. കൂടവിടെ
ഞാൻ കുഞ്ഞ് കിടന്നു കഴിയൂലേ. Okay, okay, very good. Okay, Godwin. Okay, നന്നായിട്ടുണ്ട് കേട്ടോ Godwin. ഇനി ആരാണ്? Okay, സർഗ. അൺമ്യൂട്ട് ചെയ്ത് മോളെ. സർഗന്റെ അടുത്തുനിന്ന് എന്താണ്?